ചിക്കൻ ഫ്രൈയോ സെറ്റാക്കാം. അപ്പോൾ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നടത്താൻ കഴിയണമെങ്കിൽ നടത്തി കൊടുക്കണമല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുറത്ത് നല്ല ക്രിസ്പി ആകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെൽക്കം ടു ഷാസിയാസ് ഫാമിലി. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക. അതിലേക്ക് പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ്, അതും എടുക്കുക. അതെടുത്ത് മാറ്റി വെച്ച് പിന്നെ ഒന്ന് ചതയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് വറ്റൽമുളക്, അതേപോലെ 2-3 ചെറിയുള്ളി, അതേമാതിരി കുറച്ച് തന്നെ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. നമ്മൾ മിക്സിയിലെ ചെറിയ ജാറുണ്ടല്ലോ അത് മതിയിട്ടതിന്. ആ ചെറിയ ജാറെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം പേസ്റ്റാക്കി ആയിരിക്കൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതാ ഇതുപോലെ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ആ കോൺഫ്ലോർ ഒഴിച്ച് ബാക്കിയെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ച മിക്സ് ഉണ്ടല്ലോ, ചതച്ച് വെച്ച മിക്സ് മുളകിൻ്റെ, ആ മിക്സും കൂടി ചേർത്ത് കഴുകി വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സൊക്കെ ചേർത്തതിൻ്റെ ശേഷം വിനാഗിരി ചേർക്കുക. വിനാഗിരിയും ചേർത്ത് കുഴച്ചതിൻ്റെ ശേഷം നമ്മൾ കോൺഫ്ലോർ ചേർക്കണുള്ളൂ. എന്നാൽ ആ കോൺഫ്ലോർ എല്ലാത്തിനും ഒരു കോട്ടിംഗ് ആയിട്ട് മാറുള്ളൂ. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മിക്സ് നല്ലോണം ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോൺഫ്ലോർ അതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത്. കോൺഫ്ലോർ ചേർത്താൽ ചിക്കന് നല്ല ക്രിസ്പിനെസ് വരും. ചിക്കൻ ആ റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ വീട്ടാവശ്യത്തിന് കുട്ടികൾക്കൊക്കെ കൊടുക്കണോണ്ട് ഇതിലിപ്പോൾ അങ്ങനെ ചേർക്കണില്ല. എന്താ പരിപാടിക്കാണെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് കളറ് ചേർക്കണതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാ ചിക്കനിലും ഒരേപോലെ വരുന്ന വിധം മസാല നല്ലോണം മിക്സ് ചെയ്തെടുത്തിക്കണേ. ഇനി ഇത് എത്ര ടൈമാണോ വെക്കാൻ കഴിഞ്ഞാൽ അത്ര ടൈം എടുത്ത് മാറ്റി വെക്കുക. നല്ല മസാല നല്ലോണം ആ ചിക്കനിൽ പിടിക്കുകയുള്ളൂ. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ലോണം തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാൻ. എന്നാലേ ആ മിക്സൊക്കെ നല്ലോണം അതിൽ വേറിട്ട് വരാത്ത രീതിയിൽ പൊരിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ മസാല വേറെ ചിക്കൻ വേറെ അങ്ങനത്തെ രീതിയിലാവും. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കണം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ മാറ്റിയെടുക്കാം. നല്ലോണം പൊരിഞ്ഞ് വരുന്ന ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പിലും പച്ചമുളക് കീറിയതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. തട്ടുകട സ്റ്റൈലിൽ ചിക്കനിലൊക്കെ കണ്ടിട്ടില്ല, നല്ലൊരു ഫ്ലേവർ കൊടുക്കും ചിക്കന്. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറുമാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നല്ലോണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ആയെന്ന് കണ്ടാൽ മറുഭാഗത്തേക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് തിരിച്ചിടുമ്പോൾ മനസ്സിലാവില്ലേ, നല്ലോണം ആ കോട്ടിംഗ് ഒക്കെ ചിക്കനിൽ പിടിച്ചിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റുള്ള ചിക്കനായിട്ടത്. മസ്റ്റ് ട്രൈ എന്നേ ഞാൻ പറയുള്ളൂ. ട്രൈ ചെയ്ത് എപ്പോഴും ഒരേപോലെയുള്ള മസാല കൂട്ടിയല്ലേ നമ്മൾ ചിക്കൻ പൊരിക്കൽ. ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ മറിച്ചും തിരിച്ചിട്ടിട്ട് പാകത്തിനുള്ള വേവിൽ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ലോണം ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല വെന്ത് ടെൻഡറായിക്കണ്, പുറത്തല്ല ക്രിസ്പി ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എല്ലാവരും കമൻറ്റ് പറയട്ടോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.